പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്, സെക്രട്ടേറിയറ്റ് പോയി. എങ്കിലും ഇവിടെയോ ഒരു ടെൻഷൻ ഉണ്ട്. 4 ഫേസ് ആയിട്ടാണ് പരീക്ഷ കഴിഞ്ഞത്. മാർക്ക് നോർമലൈസേഷൻ പണിയാകോ? മാർക്ക് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് മാർക്ക് നോർമലൈസ് ചെയ്യുക? 4 പരീക്ഷ എഴുതിയവരെ ടോട്ടലായിട്ട് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് എടുക്കുന്നതാണെന്നൊക്കെ പല സംശയങ്ങളുമുണ്ട്. ഈ ഒരു സെഷനിലൂടെ നിങ്ങളുടെ സംശയമെല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുക. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുക, 4 ഫേസ് ആയിട്ടാണ് പരീക്ഷ നടന്നതെങ്കിൽ ഈ 4 ഫേസിലെ ചോദ്യങ്ങളും പരസ്പരം എന്ത് ചെയ്യില്ല, കമ്പയർ ചെയ്യില്ല. ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ പരീക്ഷ മാത്രം 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4, ഈ ഓരോ പരീക്ഷയിലെയും ചോദ്യത്തെയാണ് എന്ത് ചെയ്യുക, ചോദ്യത്തെയാണ് പരീക്ഷ ഉദ്യോഗാർത്ഥികളെ രണ്ടാമതാണ് ചോദ്യത്തെയാണ് ആദ്യം വിലയിരുത്തുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒന്നാമത്തെ ഘട്ടത്തെ പരീക്ഷയിൽ 1 തൊട്ട് 100 വരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. 1 തൊട്ട് 100 വരെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെ 5 ആയി വേർതിരിക്കും. 5 ആയിട്ടാണ് വേർതിരിക്കുക. വെരി ഡിഫിക്കൽട്ട്, 2 ഡിഫിക്കൽട്ട്, 3 ആവറേജ്, ബിലോ ആവറേജ് അല്ലെങ്കിൽ ഈസി, ഏറ്റവും അവസാനമായിട്ട് വെരി ഈസി. അപ്പോ വെരി ഡിഫിക്കൽട്ട്, 2 ഡിഫിക്കൽട്ട്, മൂന്നാമത്തെ കാറ്റഗറി ആവറേജ്, നാലാമത്തത് ബിലോ ആവറേജ് അല്ലെങ്കിൽ ഈസി, അഞ്ചാമത്തത് വെരി ഈസി. 1 തൊട്ട് 100 വരെയുള്ള ചോദ്യങ്ങൾ ഓരോ ഘട്ടത്തെയും ഇങ്ങനെ വേർതിരിക്കും. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിക്കുന്നത് എന്നതാണ് അടുത്ത്. അപ്പോ ഞാൻ പറയുന്നു, 4 ഫേസിന്റെയും ചോദ്യങ്ങൾ പരസ്പരം ലിങ്ക് ചെയ്യില്ല, പരസ്പരം ആവറേജ് ഒന്നും എടുക്കില്ല. ഓരോ ഫേസിലെയും പരീക്ഷകളിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആ 1 തൊട്ട് 100 ചോദ്യങ്ങൾ എത്രയായിട്ട് വേർതിരിക്കും? 5 ആയി വേർതിരിക്കും. എന്ത്? ആ ചോദ്യത്തിന്റെ കാഠിന്യം അനുസരിച്ച്. ഈ കാഠിന്യം അനുസരിച്ച് എങ്ങനെയാണ് വേർതിരിക്കുക എന്നതാണ് അടുത്ത് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഫേസ് പരീക്ഷ ഒരു 100 പേര് എഴുതിയെന്ന് കണക്കാക്കുക. 100 പേര് പരീക്ഷ എഴുതി. എക്സാമ്പിൾ ആണ്, 100 പേര് പരീക്ഷ എഴുതി. ഈ 100 പേരില് 80 പേരോ അതിനു മുകളിലോ, 80 മുതൽ 100 വരെ പേര് പരീക്ഷ എഴുതിയെങ്കിൽ ഒരു ചോദ്യം, 100 പേര് പരീക്ഷ എഴുതിയെന്ന് കണക്കാക്കുക, ഒരു ചോദ്യം 80 മുതൽ 100 പേര് വരെ ആൻസർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ വെരി ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി 60 മുതൽ 79 വരെയുള്ള കുട്ടികളാണ് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്തത്, ബാക്കിയുള്ളവർ തെറ്റിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി അടുത്ത് 40 മുതൽ 59 വരെയുള്ള കാര്യങ്ങളാണ് ശരിയാക്കിയതെങ്കിൽ, 40 തൊട്ട് 59 വരെയുള്ള കുട്ടികളാണ് ഒരു ചോദ്യം ശരിയാക്കിയതെങ്കിൽ അതിനെ ആവറേജ് ക്വസ്റ്റ്യൻ എന്നായിരിക്കും കണക്കാക്കുക. ഓക്കെ അല്ലേ? ഇനി 20 മുതൽ 39 വരെയുള്ള കുട്ടികൾ അതിനെ ശരിയാക്കിയെങ്കിൽ എന്തായി കണക്കാക്കും? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കും. 1 മുതൽ അല്ലെങ്കിൽ 0-നും 19-നും ഇടയിലുള്ള കുട്ടികളാണ് അത് ശരിയാക്കിയത്. ഒന്നെങ്കിൽ ആരും ആൻസർ ചെയ്തില്ല, അല്ലെങ്കിൽ 19 പേര് വരെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെരി ഡിഫിക്കൽട്ട് ആയിട്ട് കണക്കാക്കും. ക്ലിയർ? മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിങ്ങനെ 5 ലെവൽ മനസ്സിലാക്കിയല്ലോ. 100 ചോദ്യങ്ങൾ എടുത്തു, 100 കുട്ടികൾ ആൻസർ ചെയ്യുന്ന എന്ന രീതിയിൽ ശതമാന അടിസ്ഥാനത്തിൽ അതിന്റെ കണക്കെടുത്തു. 80 മുതൽ 100% വരെ പേര് ഒരു ചോദ്യം ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെരി ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കി. 60 മുതൽ 79% വരെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കി. 40 മുതൽ 59% പേര് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ആവറേജ് ക്വസ്റ്റ്യൻ ആയി കണക്കാക്കി. 20 മുതൽ 39% വരെ
ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കി. ആരും ആൻസർ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ 19% വരെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കി. ഓക്കെ അല്ലേ? ഇനിയാണ് നോർമലൈസേഷൻ എന്ന രീതിയിലേക്ക് പോവുക. ഓക്കെ, അപ്പോ ഇവാലുവേഷൻ കഴിഞ്ഞു, പേപ്പർ ഇവാലുവേഷൻ കഴിഞ്ഞു എന്നതിന് ശേഷമാണ് നോർമലൈസേഷൻ പ്രൊസീജിയറിൽ പോവുക. ഒരു കുട്ടിക്ക് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒരുമിച്ച് ഇപ്പൊ ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതിയെന്ന് കണക്കാക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന കുട്ടിക്ക് 70 മാർക്ക് ഉണ്ട്, ബി എന്ന് പറയുന്ന കുട്ടിക്കും 70 മാർക്ക് ഉണ്ട്. നോർമലൈസേഷന് ശേഷം ഇവർക്ക് തുല്യ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇവാലുവേഷൻ നിങ്ങളുടെ ഫൈനൽ ആൻസർ കീ നോക്കി നിങ്ങളുടെ പരീക്ഷ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ കണക്കാക്കി വെച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ടിനും 70 മാർക്ക് വീതം ഉണ്ട്. പക്ഷേ നോർമലൈസേഷന് ശേഷം നിങ്ങൾക്ക് തുല്യ മാർക്ക് വരാൻ സാധ്യതയുണ്ടോ? സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് 70 മാർക്ക് കിട്ടി, നിങ്ങളുടെ സുഹൃത്തിനും 70 മാർക്ക് കിട്ടി. നിങ്ങൾ അറ്റൻഡ് ചെയ്തത് ഒരേ ചോദ്യമായിരിക്കുമോ? അതായത് നിങ്ങൾ ശരിയാക്കിയത് ഒരേ ചോദ്യമായിരിക്കുമോ? ചാൻസ് കുറവാണ്. തെറ്റിച്ചതും ഒരേ ചോദ്യമായിരിക്കുമോ? ചാൻസ് കുറവാണ്. നിങ്ങൾ ശരിയാക്കിയതും നിങ്ങളുടെ ഫ്രണ്ടും ശരിയാക്കിയതും തെറ്റിച്ചതും ഒരേ ചോദ്യവും ഒരേ ഉത്തരവുമാണെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസേഷനും സെയിം മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ മാർക്ക് വ്യത്യസ്തപ്പെടും. ഉദാഹരണം, ഞാൻ 70 മാർക്ക് കിട്ടി. ആ 70 മാർക്കും വെരി ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് 70 മാർക്കിനോട് ചെറിയൊരു മാർക്ക് വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. എന്റെ ഫ്രണ്ട് 70 ചോദ്യങ്ങളിൽ ഒരു 20 ചോദ്യം എഴുതിയത് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് അവൻ അറ്റൻഡ് ചെയ്തതെങ്കിൽ അതെന്തായിട്ട് മാറും? എന്നേക്കാൾ കൂടുതൽ മാർക്ക് അവന് കിട്ടിയേക്കും. അതിന് കാരണം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, 100 ചോദ്യങ്ങൾ എഴുതി, അതിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞു, മാർക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെയാണ് എന്ത് ചെയ്യുക? നോർമലൈസേഷന്റെ മാർക്ക് ആഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഈ നോർമലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈലിൽ മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കണക്കാക്കി വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്കാണ് എപ്പോഴും കാണിക്കുക. ശരിയല്ലേ? നിങ്ങൾ കണക്കാക്കി വെച്ചിരിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കായിരിക്കും കാണിക്കുക. ശരിയാണ്. നോർമലൈസേഷന്റെ കട്ട് ഓഫ് എടുക്കുമ്പോഴും ആ രീതിയിൽ കൂടുതൽ മാർക്കാണ് അവിടെ വരിക. അപ്പൊ പ്രിയ ഉദ്യോഗാർത്ഥികളെ, അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി, എങ്ങനെയാണെന്ന് അറിയണ്ട, ആരടുത്തും പറയുകയും വേണ്ട, നോർമലൈസേഷന് ശേഷം മാർക്ക് കൂടുകയാണ് ചെയ്യുക. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വാല്യുവേഷൻ കഴിഞ്ഞു, മാർക്ക് 70 മാർക്ക് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി ഓരോ ക്വസ്റ്റ്യനും പരിശോധിക്കും. നിങ്ങൾ എഴുതിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അതിന് കിട്ടുന്ന പോയിന്റ് എത്രയെന്ന് അറിയാമോ? ഇതിപ്പോ 0.8 എന്ന് കണക്കാക്കുക. 1 എന്ന മാർക്കിൽ നിന്ന് 0.8 കുറയ്ക്കും. ബാക്കി എത്ര കിട്ടും? 0.2. ഓക്കെ, ഇവിടെ 1-ൽ നിന്ന് 0.6 കണക്കാക്കും. ഓക്കെ, അവിടെ എത്ര കിട്ടും? അപ്പോഴേ 0.4 കിട്ടും. ഇങ്ങനെ കിട്ടുന്ന വാല്യൂസ് നിങ്ങളുടെ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു 10 ഈസി ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ, 10 വെരി ഈസി ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ കൂടെ 2 മാർക്ക് ആഡ് ചെയ്ത് കിട്ടും. മനസ്സിലായോ? ഇനി വെരി ഡിഫിക്കൽട്ട് ആണ് ചെയ്തത്, നിങ്ങൾക്ക് 0.8 തൊട്ട് 1 മാർക്ക് വരെ ആഡ് ചെയ്ത് കിട്ടും. എങ്ങനെയെന്നറിയാമോ ആഡ് ചെയ്ത് കിട്ടുക? എങ്ങനെയെന്നറിയാമോ? 1 മാർക്ക്. ഇപ്പൊ 10 ക്വസ്റ്റ്യൻ, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ 10 എഴുതി, നിങ്ങൾക്ക് ഇവിടെ 10 മാർക്ക് ആഡ് ചെയ്ത് കിട്ടും. ഓക്കെ, മനസ്സിലായോ? വെരി ഈസി 10 ക്വസ്റ്റ്യൻ കിട്ടി, നിങ്ങൾക്ക് 2 മാർക്കായിരിക്കും ആഡ് ചെയ്ത് കിട്ടുക. അപ്പൊ നിങ്ങളുടെ സുഹൃത്തിനും നിങ്ങൾക്കും ഒരേ മാർക്കാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഫൈനൽ ആൻസർ കീ പ്രകാരം. പക്ഷെ നോർമലൈസേഷന് ശേഷം ഒരേ മാർക്ക് കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. കാരണം നിങ്ങൾ ചെയ്ത ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശരിയാക്കിയതെങ്കിൽ അവന്റെ മാർക്കിന് വാല്യൂ കൂടും. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവന്റെ മാർക്കിന് വാല്യൂ കൂടും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ നോർമലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് എന്താണോ അത് നിങ്ങളുടെ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യും. നോർമലൈസേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിഗ്രി ലെവൽ ആയിരുന്നു അല്ലെ, നമ്മുടെ LSGS സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോർമലൈസേഷൻ.
പലരും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്, ഫോർ എക്സാമ്പിൾ 40-45 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നവര് പ്രൊഫൈൽ നോക്കിയപ്പോൾ ചിലർക്ക് 50 കിട്ടി, ചിലർക്ക് 55 കിട്ടി, ചിലർക്ക് 60 കിട്ടി. എന്തുകൊണ്ടാ? ഈ തരത്തിലാണ് നോർമലൈസേഷൻ കണക്കാക്കുക. നിങ്ങൾ ചിലപ്പോ പത്രമാധ്യമങ്ങളിൽ കാണും, നോർമലൈസേഷന് ശേഷം 96 കട്ട് ഓഫ്, 97 കട്ട് ഓഫ്. നോർമലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിച്ച യഥാർത്ഥ മാർക്കിന്റെ കൂടെ നോർമലൈസ് ചെയ്ത മാർക്ക് കൂട്ടും. ഇത് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനോടൊപ്പം നോർമലൈസേഷന് ലഭിച്ച മാർക്ക് കൂടെ കൂട്ടും. എന്നിട്ട് അതിനെ എന്തായി കണക്കാക്കും? 100 നിന്ന് കണക്കാക്കും. 100 മാർക്കിന് എത്ര കിട്ടി എന്ന രീതിയിലായിരിക്കും പിന്നീട് കണക്കാക്കാം. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ എന്ത് ചെയ്യാം, സാധാരണ ഇങ്ങനെയാണ് നോർമലൈസേഷൻ കണക്കാക്കുക. നിങ്ങൾ ലഭിച്ച മാർക്കിന്റെ കൂടെ നോർമലൈസേഷന്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുക. നോർമലൈസേഷന്റെ വാല്യൂ 100 ചോദ്യങ്ങളെയും എങ്ങനെ കണക്കാക്കും? ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട്, ആവറേജ്, ഈസി, വെരി ഈസി എന്നൊരു 5 കാറ്റഗറിയുടെ തിരിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഒരു പരീക്ഷ ടഫ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നോർമലൈസേഷൻ എടുക്കുമ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, അധികം പേര് ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ വാല്യൂ കൂടും. ഈസി പരീക്ഷയാണെങ്കിൽ നിങ്ങളുടെ മാർക്കിന്റെ വാല്യൂ കുറയുകയും ചെയ്യും. ഇപ്പോൾ 4 ഫേസ് പരീക്ഷയാണെങ്കിൽ ഒന്നാമത്തെ ഫേസ് ഈസി ആയിരുന്നു, രണ്ടാമത്തെ ഫേസ് ടഫ് ആയിരുന്നു. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഫേസിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും നോർമലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് 4 ഫേസ് എഴുതിയവരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ടെൻഷനൊന്നും വേണ്ട. അപ്പൊ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ നമ്മുടെ ലിസ്റ്റ് ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുക. മാർച്ച് അവസാന വീക്കില്, മാക്സിമം മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ലിസ്റ്റ് വന്നിരിക്കും എന്നാണ് കണക്കാക്കുക. കാരണം മെയ് 21 തീയതിയാണ് സെക്രട്ടേറിയറ്റ് ഫൈനൽ എക്സാമിനേഷൻ എന്നും പറഞ്ഞ് പ്രിയ ഉദ്യോഗാർത്ഥികളെ റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന ധാരണയിൽ ഇരിക്കരുത്. റിസൾട്ട് വന്നിട്ട് പഠിക്കാം എന്ന ധാരണയിൽ നമ്മൾ പഠിക്കാതിരുന്നാൽ ചിലപ്പോൾ ഒരാഴ്ച ബ്രേക്ക് വന്നാൽ പോലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും. പിന്നെ വീണ്ടും 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അത് ഒഴിവാക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തായാലും 10th ലെവൽ പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട്, ശരിയല്ലേ? അത് സെയിം സിലബസ് തന്നെയല്ലേ? സെയിൽസ് അസിസ്റ്റന്റ് സിലബസ് രീതിയിൽ പഠിച്ചു പോവുക. സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് അർഹത നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോവുക. ഒരു കാരണവശാലും ബ്രേക്ക് വരുത്തരുത്, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും സിലബസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്, അല്ലെ? പണ്ടൊക്കെ PSCക്ക് ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ, LD പരീക്ഷ തമ്മിൽ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു ചോദ്യ നിലവാരം. ഇപ്പൊ നിലവിലെ ചോദ്യ നിലവാരം ഡിഗ്രി ആണെങ്കിലും 10th ആണെങ്കിലും 12th ലെവൽ ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരുപോലെയാ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈസി ആകോ ടഫ് ആവോ എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് സിലബസ് പൂർണ്ണമായി പഠിക്കുക, 100% സിലബസ് പഠിച്ചിട്ട് പരീക്ഷ എഴുതുക. ഈസി ക്വസ്റ്റ്യൻസ് ആണോ ടഫ് ആണോ എന്നതിന് പ്രസക്തിയില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ നമുക്ക് അർഹമായ പ്രതിഫലം അതിന് കിട്ടും. നോർമലൈസേഷൻ വന്നാലും നോർമലൈസേഷൻ വന്നില്ലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അർഹമായ പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും. അതിലൊരു സംശയവും വേണ്ട. ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായിട്ട് ഇത്തരം വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും എത്തിച്ചേരും. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടുവെങ്കിൽ, മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നിങ്ങൾ 10th ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്, സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി എങ്ങനെയാണ് അവസാന നിമിഷം റിവിഷൻ ചെയ്യുക, അങ്ങനെയുള്ള ടെൻഷനൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു കോഴ്സ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഡിഗ്രി ലെവല് പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നേരത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സും നിങ്ങൾക്ക് റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം ഫൈനൽ റിവിഷന് വേണ്ടി പുതിയൊരു കോഴ്സ് ആരംഭിക്കുന്നുണ്ട് മാർച്ച് 17 തീയതി ടെക്സ്റ്റ് പ്ലാറ്റ്ഫോമിൽ. അതുൾപ്പെടെ നിങ്ങൾക്ക് 2 കോഴ്സും ചേർത്തിട്ട് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 1599 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ 10th ലെവൽ, അതായത് സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ ഫുൾ കോഴ്സും പ്ലസ് റിവിഷൻ കോഴ്സും ചേർത്തിട്ട് നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 849 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇനി GK കോഴ്സ് മാത്രം മതി, വേറെ ഒന്നിന്റെ റിവിഷൻ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ GK കോഴ്സ് മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 849 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം.
കറണ്ട് അഫയേഴ്സ് കോഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ 349 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. മലയാളം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 449 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. മറക്കല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഈ QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ജസ്റ്റ് പേര് സെർച്ച് ചെയ്യുക, കേരള ടെക്സ്റ്റ് ബുക്ക് എന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് PSC അപ്ഡേറ്റുകളും ടെക്സ്റ്റ് ബുക്കിന്റെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളും അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് ലഭിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ ഗ്രൂപ്പിന്, ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പോൾ ചെയ്ത് നിങ്ങളുടെ അറിവ് പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.